أ- أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. റമദാന്റെ 27-ാം രാവും കഴിഞ്ഞു അല്ലേ? 27-ാം രാവ് എന്നായിരുന്നു? ഇഷാന, എന്നായിരുന്നു 27-ാം രാവ്? ഇന്നലെ 27 ഇന്നലെ ആയിരുന്നു. ഇന്നലെ നീ എന്തൊക്കെ ചെയ്തു? 27-ാം രാവിന് സ്പെഷ്യലായിട്ട് കിടന്നങ്ങ് ഉറങ്ങിന? ആ സാറിന് എങ്ങനെ മനസ്സിലായി? അഷ്ഫാഖെ, എന്താ അഷ്ഫാഖ് തിന്നോണ്ടിരിക്കുന്നത്? പത്തക്കയാ? നിങ്ങൾ ഇന്നലെ എന്താ സ്പെഷ്യലായിട്ട് ചെയ്തത്? രാത്രി വിത്തറ് വിത്തർ നിസ്കരിക്കാൻ പോയോ? തറാവീഹ് ഇല്ല? താറാവിസ്കച്ച്. പിന്നെ ഖിയാമുൽ നിസ്കരിക്കാൻ പോയോ? ആ ഓക്കെ. ഹംദാൻ എന്താ ചെയ്തത് ഖിയാമുൽ ലൈലില്? ഞാന് കിടന്നുറങ്ങിയെന്നാ? കിടന്നുറങ്ങിയ കിടന്നുറങ്ങി. കിടന്നുറങ്ങി. തറാവീഹ് നിസ്കരിക്കാൻ പോയോ? ഇല്ല. ഇല്ല. മഗ്‌രിബ് ഇശാ നിസ്കരിക്കാൻ പോയോ? ആ ഓക്കെ. സുബഹിന് പോയോ? സുബന് നിന്റെ വയസ്സ് എത്രയാ? 10. 10. ഹിബ എന്തെല്ലാം ചെയ്തു? ഞാൻ ഖുർആൻ ഓതി നിസ്കരിച്ചു. ഓക്കെ. പുറത്തെവിടെയും പോയില്ല? ഇല്ല. ഹംദ മൻഹ എന്ത് ചെയ്തു? ഒരു ജുസ് ഓതി. ഓ മാഷാ അല്ലാ. ഏത് ജുസാ ഓതിയെ? ഒരു 10ാമത്തെ ജുസ്. 10ാമത്തെ ജുസ്. ഓക്കെ. ഇന്നിവിടെ 12ാമത്തെ ജുസ് മുതൽ 20 വരെ ഇന്ന് രാത്രി ഓതും. 9:30 തുടങ്ങും. ഓക്കെ, സൂമിൽ. ഇന്ന് എന്തായാലും ഈ 10 ജുസ് ഇന്ന് ഓതണം എന്നാണ് വിചാരിക്കുന്നത്. അഥവാ 200 പേജ്. സാധാരണ 100 പേജാണ് ഓതല്. ഓക്കെ. അങ്ങനെ ആകുമ്പോൾ 20 ജുസ് ഇന്ന് തീരും ഇൻഷാ അല്ലാ. എന്നിട്ട് ബാക്കിയുള്ള നാളെ രാത്രിയും കൂടി കിട്ടുമ്പോൾ അതിൽ തീർക്കാം. ആഫി എന്തൊക്കെ ചെയ്തു? ഖുർആൻ ഓതി. ഖുർആൻ ഓതി കഴിഞ്ഞു. ഓക്കെ. നിസ്കരിച്ചിരുന്നോ ഖിയാമുൽ ലൈൽ? ഖിയാമുൽ ലൈൽ ഇല്ല. ഓക്കെ. സെറ സൈൻ എന്ത് ചെയ്തു? ഇന്നലെ ഖത്തം ഖുർആൻ തീർക്കായിരുന്നു. ആ, ഇന്നലെ ഖത്മുൽ ഖുർആൻ. നിസ്കരിച്ചു. ഇന്നലെ അപ്പോ എത്ര ജുസ് ഓതി? ഇന്നലെ 11 11 11. 11 വരെ എത്തി. കഴിഞ്ഞു. 11 കഴിഞ്ഞില്ല, 12 ചെയ്യാം. ഓക്കെ. ശരി. സൈനോ? ഞാന് ഖുർആൻ ഓതി. ഓക്കെ, ശരി. ഇല്ല, ഓളിന്നലെ എന്താക്കിച്ച നിസ്കരിച്ച. ഓക്കെ, ശരി. പ്രാർത്ഥിച്ചവരുണ്ടോ? ഇന്നലെ ഏതെങ്കിലും നിസ്കാരത്തിൽ പ്രാർത്ഥിച്ചവർ, ദുആ ചെയ്തവർ ആരൊക്കെയാണ്? അഷ്ഫാഖ് എന്ത് ദുആണ് ചെയ്തത്? എന്ത് ദുആണ് ചെയ്തത്? അത് മിൻഹ? ഓർമ്മയില്ല. അത് ഓർമ്മയില്ല. അപ്പൊ പഠിച്ചവനോട് എന്താ പറഞ്ഞത് നിനക്ക് തന്നെ ഓർമ്മയില്ലേ? ഇന്നലെ രാത്രി എനിക്ക് ഓർമ്മയില്ല. അഷ്ഫാനോ? എന്നോട് ഉമ്മമാര് ഉപ്പമാരെ വിളിച്ചിട്ട് എന്താ ഉമ്മമാനെ ഉപ്പാനെ കുറിച്ച് എന്താ ദുആ ചെയ്ത്? മിൻഹ ഫോണിൽ ചിരിച്ചു വെക്ക്. ആയിഷ റിദ വീഡിയോ ഉണ്ടാക്ക്. എന്താ ഉമ്മമ്മക്കും പപ്പക്കും എന്താ എന്താ അവർക്ക് എന്തിനു വേണ്ടിയിട്ടാ ദുആ ചെയ്ത്? അവർക്ക് ഒരു ചിക്കൻ ബിരിയാണി. അങ്ങനെയാ? മിൻഹാന്റെ വീഡിയോ പിന്നെ ഓഫായി. മിൻഹ
ഇഷാൻ എന്താ ദുആ ചെയ്ത്? ആഫിയയുടെ ഏ വീഡിയോ കാണുന്നില്ല? ആഫിയ ആ ഇന്നലെ എന്റെ മൂത്താപ്പ് വെച്ചിരുന്നു, അപ്പൊ ഓൾക്ക് സ്വർഗം കൊടുക്കണേ കൊണ്ട് കൊറേ. ഇന്നലെയാണോ മൂത്താപ്പ മരിച്ചത്? ആ ഓക്കെ. അതിന് ഇന്നലെയല്ല സ്വർഗം കൊടുക്കുക. സ്വർഗം ഏ? പിന്നീടാണ്. സ്വർഗം അപ്പൊ തന്നെ ആവില്ല. സ്വർഗം സ്വർഗമായിട്ട് സ്റ്റാർട്ട് ആയിട്ടില്ലല്ലോ. അത് ആ പ്രാർത്ഥിച്ചു, ആ അപ്പൊ പിന്നെ എത്തുമ്പോ സ്വർഗത്ത്. സ്വർഗം ഓപ്പൺ ആയിട്ടില്ല. സ്വർഗത്തിലേക്ക് എത്തിക്കണേ എന്ന്, അങ്ങനെയാണ്. സ്വർഗം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ട്ടാ. സ്വർഗത്തിലേക്ക് നമ്മൾ എത്തണം. നമ്മളെല്ലാവരും അവിടെ എത്തിയിട്ട് പിന്നെ ഹിസാബ് ഉണ്ട് ഒക്കെ ഒരു ദിവസം പറഞ്ഞില്ലേ, വിചാരണയുണ്ട്, ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് സ്വർഗം. ഫസ്റ്റ് തന്നെ സ്വർഗം ഇല്ല. മിൻഹ, എന്റെ ഫോണ് തിരിച്ചു വെച്ചേ. ഇങ്ങനെ 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 വെക്ക്, ചെരിച്ചിട്ട്. ആ വീഡിയോ ഓഫായി. ആഫിയ, അതെന്താ ഇടയ്ക്കിടയ്ക്ക് ക്യാമറ ഓഫ് ചെയ്യുന്നത്? ഓക്കെ. മിൻഹ, 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 എന്തേലും പറ. എന്തെങ്കിലും ഉണ്ട്. നീ എന്ത് ദുആ ചെയ്ത് നോമ്പിന്? ആയുസ് വരെയൊക്കെ തരണം അങ്ങനൊക്കെ. എത്ര വയസ്സ് വരെ ജീവിക്കണം എന്നാണ്? അങ്ങനൊന്നുമില്ല. കുറെ ആയുസ് തരണേന്നാ? നിനക്ക് പെട്ടെന്ന് മരിച്ചു പോയിട്ട് സ്വർഗം കിട്ടുകയാണെങ്കിലോ? ഇന്ന് ഇന്ന് പിന്നെ ടൗണിൽ നിന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഒരു കയറ്റത്തിലെത്തിയപ്പോൾ എൻ്റെ കാറിലുള്ള ഒരാൾ പറഞ്ഞ്, ഈ കാണുന്ന പോസ്റ്റിൽ ഇടിച്ചിട്ടാണ് ആ പെൺകുട്ടി മരിച്ചത് എന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ മാസം, ഒരു മാസം മുമ്പ് ഒരു കുട്ടി ഇവിടുന്ന് മരിച്ചിരുന്നു, പോസ്റ്റിൽ ഇടിച്ചിട്ട്. അപ്പൊ ഉമ്മയാണ് ഡ്രൈവ് ചെയ്തത്, മോള് ബാക്കിലിരുന്നായിരുന്നു. ഉമ്മ ഡ്രൈവ് ചെയ്തു, മോള് ബാക്കിലിരുന്നു, മോള് മരിച്ചു. അപ്പൊ ആ മോള് മരിച്ച ആ കഥ അവിടുന്ന് പറയായിരുന്നു. പക്ഷെ അങ്ങനെ നേരത്തെ മരിച്ചു കഴിഞ്ഞാൽ ബെനിഫിറ്റ് ഉണ്ട്. എന്താ ബെനിഫിറ്റ് എന്നറിയോ? പ്രത്യേകിച്ച് കുട്ടികളായിരിക്കെ മരിച്ചു കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്താന്ന് വെച്ചാൽ, കുട്ടികൾ തെറ്റുകളൊന്നും ചെയ്യില്ലല്ലോ. തെറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് മരിച്ചു പോയില്ലേ, അപ്പൊ സ്വർഗം എളുപ്പമായില്ലേ. അങ്ങനെയല്ലേ ഗസയിലെ ആയിരക്കണക്കിന് കുട്ടികൾ സ്വർഗത്തിലായി. സ്വർഗത്തിൽ ഗസയുടെ തന്നെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ മാത്രം ആൾക്കാർ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടാവും അല്ലെ. എത്രയും ആളുകൾ പിന്നെ അവിടുന്ന് ഷഹീദായിട്ട് അവിടെ എത്തി. ഒരു മയ്യത്തല്ല, ഷഹീദാണ്. ഓക്കെ. ഓക്കെ, ഇനി ഇത്രയും കാര്യം. ഇനി പ്രാർത്ഥിക്കേണ്ടത് എന്തൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത്? നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥന അറിയുമോ? ഇഷാൻ അറിയുന്ന ഒരു പ്രാർത്ഥന പറഞ്ഞാൽ, നീ നിസ്കാരത്തിലോ എപ്പോഴെങ്കിലും ദുആ ചെയ്യുന്ന. اللهم انت السلام ومنك السلام تبارك يا الجلال والإكرام لا إله إلا الله وحده لا شريك له الملك وله الحمد وهو على كل شيء قدير. اللهم لا مانع لما أعطيته ولا معطي لما منعته ولا ينفع الجد منك الجد. اللهم إني على ذكرك وشكرك وحسن عبادتك. سبحان الله الحمد لله الله أكبر لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. നിസ്കാരം കഴിഞ്ഞിട്ടുള്ളത് ഉസ്താദ് വടിയെടുത്ത് ചൂരലെടുത്ത് അടിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അതങ്ങനെ പഠിപ്പിച്ചതല്ല, ഏഹ് സ്കൂളിൽ നിന്ന് നിസ്കാരം കഴിയുമ്പോ എപ്പോഴും ഇങ്ങനെ പറയും. ഓക്കെ. അംദാനിക്കൊക്കെ കറി ഉണ്ടാവും. ഓക്കെ, സ്കൂളിൽ നിന്ന് അത് പറയുന്നോണ്ട് അതങ്ങനെ അങ്ങ് ബൈഹേർട്ടായി അല്ലേ. ഓക്കെ, എന്താണ് പിന്നെ അതിന്റെ മീനിങ്? അറിയാം. അതാണ് അല്ലേ. അപ്പോ സംഗതി അറിയാതെ പഠിച്ചവനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇത് ഡെയിലി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പറയണ എന്താന്നൊരു ബോധവുമില്ല അല്ലേ. ഓക്കെ, അതിൽ ആദ്യത്തെ പാർട്ട് അല്ലാഹുമ്മ അൻത സലാം, അള്ളാഹുവേ നീയാണ് സമാധാനം, സലാം ശാന്തി, സമാധാനം, നിന്നിൽ നിന്നാണ് സമാധാനം, നിന്നിലേക്ക് മടങ്ങുന്നവർക്കാണ് സമാധാനം എന്നൊക്കെ ഇൻട്രോ ആണ് ആദ്യം. പിന്നെ അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത, അവിടുന്ന് മുതലാണ് ദുആ തുടങ്ങുന്നത്. അപ്പൊ അല്ലാഹുമ്മ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുമ്മ എന്നുള്ളതിന്റെ മീനിങ് അറിയുന്ന എത്ര പേരുണ്ട്? അയാന് വീഡിയോ ഓണാക്കടാ, നഷ്വ വീഡിയോ ഓണാക്ക്. എടാ റിഷാദെ, ഫോണ് തിരിച്ചു പിടിക്കും, തിരിച്ച് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ, എന്നിട്ട് ഒരു സ്ഥലത്ത് എവിടെങ്കിലും ഒന്ന് കൊണ്ടുവെക്ക് ഫോണ്. നഷ്വ വീഡിയോ ഓൺ ചെയ്തേ, 6th. അയാൻ വീഡിയോ ഓൺ ചെയ്തേ. അള്ളാഹുമ്മന്റെ മീനിങ് ആർക്കും അറിയാം? അള്ളാഹുമ്മ എന്താ പറയാ എന്താണ്? അള്ളാഹുവേ. അള്ളാഹുവേ, അതന്നെ അള്ളാഹുമ്മ എന്ന് പറഞ്ഞ അള്ളാഹുവേ. അപ്പൊ അള്ളാഹുമ്മയിൽ തുടങ്ങുന്ന ഏതെങ്കിലും ദുആ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈപോക്ക്. അള്ളാഹുമ്മ. ഹസന്. അള്ളാഹു ഗഫർ ലഹു വർഹമു വഅഫു അൻഹു. ബാക്കി ബാക്കി എന്താ? കഴിഞ്ഞോ? ഇത്രേ അറിയുള്ളൂ. അത് എപ്പോ ചൊല്ലേണ്ട ദുആയാണ്?
എപ്പോ ചൊല്ലേണ്ടാണ്? മയ്യത്ത് ആ നിസ്കാരത്തിലൂടെ മയ്യത്ത് നിസ്കാരത്തിൽ ഇത് നമ്മൾ എപ്പോഴും ചൊല്ലേണ്ട കാര്യമല്ല കേട്ടോ. നമ്മൾ ഡെയിലി ലൈഫിൽ ചൊല്ലുന്ന ദുആ അല്ലാഹുമ്മ തുടങ്ങുന്ന ഏത് ദുആ ആണ്? സഹ്റ. اللهم ربنا تقبل അല്ലാഹുമ്മ റബ്ബന. ഇനി വേറൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ഏത് ദുആ തുടങ്ങുകയാണെങ്കിലും അല്ലാഹുമ്മ പറഞ്ഞിട്ട് തുടങ്ങിക്കോളി, ഒരു കുഴപ്പമില്ല. കാരണം അല്ലാഹുമ്മന്റെ മീനിങ് എന്താ? റിഷാദേ, വീഡിയോ ഓണാക്ക് റിഷാദേ. റിഷാദ് ഓണായിട്ടില്ല, ഓഫാണ്. ഒന്നുകൂടെ ഓണാക്ക്, നമുക്ക് ക്ലാസ് തുടങ്ങണ്ടേ, നീ ശല്യം ചെയ്യല്ല. വീഡിയോ ഓണാക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് അവിടെ ഈ ഫോണുമെന്ന് കൈ എടുക്കുക ആദ്യം. ആദ്യം ഇവിടെയൊക്കെ തൊട്ടാ വീഡിയോ ഓഫ് ആവും കേട്ടാ. നോക്ക്, അല്ലാഹുമ്മ ഏത് ദ്വാലും പറയാം. ആഫിയക്ക് അല്ലാഹുമ്മ അറിയുന്ന ഏതെങ്കിലും ദ്വാ അറിയോ? ഇല്ല. നീ ഏതാ പറഞ്ഞത് സെഹ്റ? അല്ലാഹുമ്മ ربنا تقبل منا ആ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദ്വാ ആണ്. ഡാനിഷ് വീഡിയോ വന്നില്ല. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്ന. ഈ ദ്വാ ഇപ്പൊ എല്ലാവരും പറഞ്ഞു തരണം. ഞാൻ ഓരോരുത്തരോട് ചോദിക്കാൻ പോവാണ്. ഞാൻ ആദ്യം 3 പ്രാവശ്യം പറയും, പിന്നെ നിങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരണം. ഇപ്പൊ പഠിച്ചോളണം ദ്വാ. ഓക്കെ. അല്ലാഹുമ്മ ഇത് പറയുമ്പോ എനിക്ക് നല്ല ഇതിന്റെ ഒരു വീഡിയോ ഉണ്ട് യൂട്യൂബിൽ, ഒരു ഉമ്മ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണേ. അല്ലാഹുമ്മ റബ്ബന, അത് തന്നെയല്ലേ? തഖബ്ബൽ മിന, അതന്നെ. അല്ലാഹുമ്മ, കുട്ടി പറയും അല്ലാഹുമ്മ റബ്ബന റബ്ബന തഖബ്ബൽ മിന. തഖബ്ബൽ എന്ന് പറയാൻ കിട്ടില്ല, അന്ന് കൊബബൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ പറയും കുട്ടി. അതിന് രസമുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം. സമീഉൽ, എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ഇന്നക അൻത സമീഉൽ അലീം. അല്ലാഹുമ്മ അല്ലാഹുവേ. അപ്പൊ അള്ളാഹുവിന് ചോദിക്കാണ്, റബ്ബന, ഞങ്ങളുടെ റബ്ബേ. റബ്ബന. ഓക്കെ. അപ്പൊ മീനിങ് മനസ്സിലായി എങ്ങനെ ആക്ഷൻ കാണിക്കുന്നത്. അപ്പൊ അള്ളാഹുവേ റബ്ബന. റബ്ബന അറിയുമ്പോ എന്താണ്? റബ്ബൻ, എന്റെ പഠിച്ച റബ്ബേ, ഈ കുട്ടി എന്താ അടങ്ങിയിരിക്കാത്തത് എന്ന് പറയുമ്പോ റബ്ബ് എന്ന് പറയുന്നുണ്ട് അല്ലെ? റബ്ബന, ഞങ്ങളുടെ റബ്ബേ, എന്റെ റബ്ബേ, അല്ലെങ്കിൽ ഞങ്ങളുടെ റബ്ബേ. കൂട്ടമായിട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് കൂടുതലായിട്ട്. എന്നാലും നമ്മൾ എപ്പോഴും റബ്ബന എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഖുർആനിലൊക്കെ റബ്ബന എന്ന് പറഞ്ഞുള്ള പ്രാർത്ഥനകളാണ്. ഞങ്ങളുടെ റബ്ബേ, റബ്ബന. അപ്പൊ റബ്ബ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 കാര്യം ഒരു ദിവസം ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടാവും. ഒരേ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും അത് നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന 3 ഹൈന്ദവ ദൈവങ്ങളുടെ മിത്തുകളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അല്ലെ? നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അത് സൃഷ്ടിക്കുന്ന അല്ലെ പരിപാലിക്കുന്ന ഒരുപാട് കൈകളുള്ള വിഷ്ണു എന്നൊക്കെ പറഞ്ഞ് ഉദാഹരണമായിട്ട് പറഞ്ഞിരുന്നു. അതുപോലെ അള്ളാഹു എല്ലാം ഒരുമിച്ച്, ഇതെല്ലാം അള്ളാഹ് തന്നെ ചെയ്യുന്നു. സൃഷ്ടിക്കുന്നതും സംരക്ഷണവും നശിപ്പിക്കുന്നതും ഒക്കെ ചെയ്യുന്ന അള്ളാഹു, ആ റബ്ബിനെയാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പം എന്താണ് ദുആ? അല്ലാഹുമ്മ റബ്ബന, പിന്നെന്താ പറയുന്നത്? തഖബ്ബൽ. തഖബ്ബൽ എന്നുള്ളതിന്റെ മീനിങ് എന്താണ്? ആരാ പറയാ? അഷ്ഫാഖ് ആയിക്കോട്ടെ, അല്ലെ അഷ്ഫാനോ? ആരാ പറയാ? തഖബ്ബൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്കറിയാം തഖബ്ബൽ എന്ന് പറഞ്ഞാല്? അയാന് പറയ്. തഖബ്ബൽ. ഓക്കെ, വെരി ഗുഡ് ആൻസർ. റിഷാദ് അവിടെ ഇല്ല. ഫ ഫ ഫ എന്ത് ഫൈസലാണ്? ഫാത്ത് ഫാത്ത് ബിൻ ഫസല അല്ല. അലി, ഞാൻ ഫോണിൽ കളിക്കില്ല, അത് എടുത്ത് വെക്ക്, നേരെ ഇരിക്ക്. ഒരു ക്ലാസ്സിൽ വന്ന് നേരെ ഇരുന്നൂടെ? മിൻഷ മറിയം, അഹമ്മദ്, ഡാനിഷ് കിട്ടണില്ല. ഓക്കെ. ഫാത്തിമ നൗറിൻ ഫോൺ തിരിച്ചു വെക്ക്, ലാൻഡ്സ്കേപ്പിൽ വെച്ച് ഫിക്സ് ചെയ്ത് വെക്ക്, ഷോളൊക്കെ ശരിയാക്ക്. ഓക്കെ, റെഡി? തഖബ്ബൽ എന്ന് പറഞ്ഞ വേർഡ് കബൂൽ ചെയ്യണേ, അള്ളാഹുവെ കബൂലാക്കണേ അല്ലെ? ദുആ ചെയ്യലില്ലേ? കബൂൽ, തഖബ്ബൽ എന്നുള്ളതിന്റെ മീനിങ് ആർക്കറിയാ? ആഫിയ. ആഫിയ. സ്വീകരിക്കണേ. കബൂലാക്കണേ, സ്വീകരിക്കണേ. കബൂൽ എനിക്കൊന്ന് ഉറുദുവിലും അത് തന്നെയാണ് തോന്നുന്നത്. തഖബ്ബൽ മലയാളത്തിലും അതൊന്ന് കബൂലാക്കുക എന്നൊക്കെ പറയലുണ്ട്. അപ്പം എന്ത് സ്വീകരിക്കാനാ പറയണത്? ഹലോ, നിങ്ങൾ പറ, എന്ത് സ്വീകരിക്കാനാ പറയണത്? എന്ത് സ്വീകരിക്കാനാ പറയണത്? ആയിഷാന്. ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ. അത് എന്ത് കാര്യമാവാം? നിസ്കാരാവാം. നമ്മൾ നിസ്കാരം കഴിഞ്ഞ് അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്ന, നിസ്കാരം സ്വീകരിച്ചു. ഖുറാൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫാത്തിഹ ചൊല്ലി തുടങ്ങി, ദുആ ചെയ്ത് പിരിയും. അള്ളാഹുവിന്റെ കലാം പഠിക്കുന്ന, അള്ളാഹിന്റെ ദീന് പഠിപ്പിക്കുന്ന മജ്ലിസിൽ ഇരിക്കുക. ഇത് കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ തഖബ്ബൽ മിന്ന, അള്ളാഹുവേ ഇത് സ്വീകരിക്കണേ.
കഅബ ഉണ്ടാക്കി. ആരാ കഅബ ഉണ്ടാക്കിയത്? കഅബ പണിതുയർത്തിയത് ആരാണ്? പഠിച്ചോൻ അതും അറിയില്ലേ? ഫാത്തിമ പറഞ്ഞേ, കഅബ ആരാണ് പണിതുയർത്തിയത്? മക്കയിലുള്ള ഏത് നബിയാണ്? ഫാത്തിമ പറ. ഫാത്തിമ നൗറിൻ പറ. ഇബ്രാഹിം നബി. ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി പ്രാർത്ഥിക്കാണ് കഅബണ്ട റബ്ബന തഖബ്ബൽ മിന്ന. അല്ലെ, കഅബ ഉണ്ടാക്കിയ ആര് പറഞ്ഞ കഅബ ഉണ്ടാക്കിയേ? അള്ളാഹ് പറഞ്ഞിട്ട്. ആർക്ക് വേണ്ടിയാ? ലോകത്തെ മുഴുവൻ കോടാനുകോടി ബില്യൺ ജില്യൺ കണക്കിന് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. എന്നിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഇബ്രാഹിം നബിക്ക്? ഇല്ല. പക്ഷെ എന്നിട്ടും പ്രാർത്ഥിക്കുക തന്നെ ആയിരുന്നു. അല്ലെ. എടാ, അലിന്റെ വീഡിയോ ശരിയല്ല. ലൈന ഓണാക്ക്. ലൈന, അത് ക്യാമറ ലാൻഡ്സ്കേപ്പിൽ വെക്കുക. അലി നല്ല കുട്ടിയെ നേരെ ഇരിക്കലൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇന്ന് എന്താ പറ്റിയെന്ന് അറിയില്ല. അധികം ഭക്ഷണം കഴിച്ചു പോയാ? ബാക്ക്ഗ്രൗണ്ട് മാറ്റണ തിരക്കിലായിരുന്നു അല്ലേ? ഓക്കെ. അലിയെ, ആരാടാ കഅബ ഉണ്ടാക്കിയത്? ഇബ്രാഹിം. ഇബ്രാഹിം അലൈഹിസ്സലാം. അലൈഹിസ്സലാം എന്ന് പറയണം എപ്പോഴും കേട്ടോ. ഓക്കെ. അപ്പോ റബ്ബന തഖബ്ബൽ മിന്ന പഠിച്ചില്ല? എല്ലാവരും പഠിച്ചു? ഞാൻ ഓരോരുത്തരോട് ചോദിക്കാൻ പോവാണേ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്ന. അതുവരെ മതി, അത്ര വരെ പഠിച്ചാലും മതി കേട്ടോ. ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. അത് ഫുള്ളായിട്ട് വേണേ പറയാം. ആദ്യം പറയുന്നത് നമ്മുടെ ഹസൻ. പറയും. അല്ലാഹുമ്മ ആ ഇന്നക അൻത സമീഉൽ അലീം. അത്ര വരെ അറിയുള്ളൂ. സേറ പറയും. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ഓക്കെ. വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം ഒക്കെ അതിന്റെ കൂടെ പറയാം. ഓക്കെ. ഫൈത്ത് ബിൻ ഫസൽ, വീഡിയോ ഓൺ ആക്കടാ. ദിയ ഫാത്തിമ എൻ, വീഡിയോ ഓൺ ആക്ക്. ഈ ഡാനിഷ് എന്താ? ഓക്കെ. ഫൈത്ത് ബിൻ ഫസൽ എന്ന് പറഞ്ഞ കുട്ടി, സെക്കൻഡ് ബിയിലെ കുട്ടി, വീഡിയോ ഓൺ ആക്കിയില്ലല്ലോ. ഓക്കെ, ശരി. ഇവിടെ ഫൈത്ത് ആണോ എൻ്റെ പേര്? ഫാത്തിഹ ആണ് അല്ലേ? ഫാത്തിഹ ഫോണുമിൽ കളിക്കല്ലേ കേട്ടാ. റിഷാദേ റിഷാദ് എന്താ വീഡിയോ ഓൺ ആക്കാത്തെ? ഇനി മിൻഷ പറഞ്ഞേ, ദുആ പറഞ്ഞേ. اللهم تقبل റബ്ബന തഖബ്ബൽ മിന്ന. ഇനി ഹംദാൻ. اللهم ربنا تقبل منا. ബാക്കി അറിയില്ല. അയാൻ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك. മാഷാ അല്ലാഹ്, അയാന് വേഗം പഠിച്ചു. അലി പറയാൻ കഴിയാ? ربنا تقبل منا. മതി, അത്രയും മതി. അതാണ് ദുആ. അത് പറഞ്ഞാലും മതി. നിങ്ങളൊരു കാര്യം ചെയ്ത്, എന്ത്? ഒളു എടുത്ത്, ചെറിയ കാര്യല്ലേ? റബ്ബന തഖബ്ബൽ മിന്ന നിസ്കരിച്ചു 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, വെറുതെ തഹിയ്യത്തുൽ മസ്ജിദ്, പള്ളിക്കറി 2 റക്അത്ത് നിസ്കരിക്കുക എപ്പോ വേണമെങ്കിലും. അപ്പോ എന്ത് ചെയ്യുക? റബ്ബന തഖബ്ബൽ മിന്ന, അങ്ങനെ അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ദുആ, അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ മലയാളത്തിൽ ചൊല്ലുന്ന ദുആകൾ, മലയാളത്തിൽ നിങ്ങൾ പഠിച്ചവനോട് ദുആ ചെയ്യുന്ന എത്ര പേരുണ്ട്? കൈബുക്ക്. മലയാളത്തിൽ ദുആ ചെയ്യുന്നവർ എല്ലാവരും ദുആ ചെയ്യുന്നുണ്ട്. മാഷാ അല്ലാഹ്. നിങ്ങൾ ചെയ്യുന്ന ഒരു ദുആ മനസ്സിൽ വിചാരിക്കുക. വേഗം വിചാരിച്ചൊരു കൈപ്പൊക്ക്. ഓക്കെ. എന്തായാലും മലയാളത്തിലാ? എന്റെ ആഗ്രഹം നടത്തി തന്നെ അങ്ങനെ പോയി. എന്റെ ആഗ്രഹം എന്താണ്? ഇങ്ങനെ നല്ല ജോലി, നല്ല ജീവിതം. ജോലി ഇപ്പോഴാ? ഇപ്പൊ എന്റെ പഠിക്കാന്നുള്ള ജോലി തന്നെ മര്യാദക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞ ഉമ്മാക്ക് എപ്പോഴും കംപ്ലൈന്റ് ആണ്. പിന്നെ അതിന്റെ പുറമെ ജോലിക്ക് വേണ്ടിയാണോ നീ ദുആ ചെയ്യണേ? അല്ല, സൈക്കിള്. ചോക്ലേറ്റാ? സൈക്കിളിന് വേണ്ടിട്ടോ? ഓക്കെ, സൈക്കിളിന് വേണ്ടിട്ടാണ് ദുആ ചെയ്യുന്നത് അല്ലേ? പിന്നെ കുടുംബത്തിനുള്ള സന്തോഷം, കുടുംബത്തിൽ എല്ലാവർക്കും സന്തോഷം ഉണ്ടാവാനും. ഓക്കെ. ഹസൻ എന്തിനാ ദുആ ചെയ്യണത്? സ്വർഗ്ഗം ലഭിക്കാൻ. ഇപ്പൊ തന്നെ വേണോ? അടുത്ത ആഴ്ച മതി? ഇപ്പൊ തന്നെ വേണോ? മരിച്ചാലേ സ്വർഗം കിട്ടുള്ളൂ അല്ലേ? മരിക്കാതെ കിട്ടൂല. അപ്പൊ തന്നെ മരിക്കണമെന്നാ? ഓക്കെ. സ്വർഗം ബൈ പ്രോഡക്റ്റ് ആണ്. സ്വർഗത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അല്ലെ? ചോദിച്ചുകൊണ്ടിരിക്കണം. ശരി.
ഇഷാൻ എന്താ ദുആ ചെയ്യാ? തിന്നോണ്ട് പറയല്ലേ, തിന്നട്ടെ. സംസാരിക്കുമ്പോൾ തിന്നരുത്. അള്ളാഹു എന്റെ അമ്മാക്കും ഉപ്പാക്കും എന്റെ അനിയത്തിക്കും ഒക്കെ സ്വർഗം നൽകണേ. അപ്പൊ ഞാൻ നിനക്ക് ചെയ്ത് വേണ്ടേ? നിനക്ക് വേണ്ടേ? നിനക്ക് വേണ്ടേ? അത് ലാസ്റ്റ് അവര് സ്വർഗത്ത് പോയാ പിന്നെ നീ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, അത് നരകാവും. അതുകൊണ്ട് നീ നരകത്ത് പോയിക്കൊള്ളാന്നാണ്. ഐ, ആ നീ ഇത് പറയുമ്പോ അതിനിടക്ക് തിന്നല്ലേ? എന്താ തിന്നുന്നേ? ഇവിടെ ഇവിടെ ആരെങ്കിലും വേറെ കൺട്രീസിലുള്ള ആൾക്കാരുണ്ടോ? ഇല്ല, ഉറപ്പല്ല. വേറെ ആരുമില്ല. വേറെ കൺട്രീസിലുള്ളവരൊന്നും ആരും ഇല്ല. ഇല്ല ആണ്ട് ഒരു കുട്ടിയുണ്ട്, ഇവണ്ട്. ഉം. ഞാൻ കുർക്കുറെ തിന്നു. കുർക്കറെ നീ കത്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഇല്ല. ആ, കുർക്കുറെ ആണോ അറിയില്ല, ഞാൻ യൂട്യൂബിൽ കണ്ടതാണ്. പിന്നെ അത് കത്തിക്കുമ്പോൾ പ്ലാസ്റ്റിക് കത്തുന്ന പോലെ ഇങ്ങനെ ഉരുകി ഉരുട്ടി വീഴുക. കുർക്കുറെ പോലത്തെ ഒന്നോ രണ്ടോ സാധനങ്ങൾ ഒന്ന് കത്തിച്ച് നോക്കണ്ടേ, എന്നിട്ട് സ്മെല്ലൊക്കെ ഒന്ന് എടുത്ത് നോക്കണ്ടേ. ഈ നമ്മൾ തിന്നുന്ന അധിക സാധനങ്ങളേ അതിന്റെ ഒക്കെ പ്രൊഡക്ഷനൊക്കെ ഒന്ന് നോക്കണ്ടേ യൂട്യൂബിൽ. നിങ്ങൾക്ക് അത് അറിയാത്തൊന്നുമല്ലല്ലോ. നിങ്ങൾ എന്ത് തിന്നുമ്പോൾ ഒന്ന് യൂട്യൂബിൽ എടുത്ത് അതെങ്ങനെ ഉണ്ടാകാൻ നോക്കിയാൽ മതി. അതൊക്കെ ഉണ്ടാക്കണ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങള് ജനം വേണ്ടേ ആ സാധനം പിന്നെ തിന്നൂല അല്ലെ. ചില സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരെയും അവരൊക്കെ ഒരു രൂപവും കോലവും ഒക്കെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ, പിന്നെ നിങ്ങൾ വാങ്ങി തിന്നുന്നതിൽ ഒരു സാധനം, മിക്ക സാധനത്തിന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ചിലതൊക്കെ പാക്കറ്റിൽ കവറിൽ രസം ഉണ്ടാവുള്ളൂ. പോട്ടെ, ദുആ എന്തൊക്കെയാണ് പിന്നെ? ആ, സീറ എന്താ ദുആ? ദുആ പിന്നെ അതല്ല, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ഹിബ, എനിക്കും എന്റെ പാരന്റ്സിനും എന്റെ ബ്രദർക്കും സ്വർഗത്തിരുന്ന്. ആ, എല്ലാവർക്കും സ്വർഗം അല്ലെ. നിങ്ങൾ ദുനിയാവിലെ കാര്യം എന്താ പറയല്? സ്വർഗം അടക്കട്ടെ, എല്ലാവരും പറയുന്ന കാര്യമല്ലേ സ്വർഗം. ദുനിയാവിൽ എന്ത് കാര്യം നിങ്ങൾ പ്രാർത്ഥിക്കല്? ദുനിയാവിലെ കാര്യം, പഠിച്ചവനെ എന്നെ കൊണ്ട് ഒരാൾക്കും ശല്യം ഉണ്ടാക്കരുതേ. അങ്ങനെ എന്ത് രസമുള്ള ദ്വായാണ്. എൻ്റെ വീട്ടിലെ ഉമ്മ, എൻ്റെ വീട്ടിലെ ഉപ്പ, എൻ്റെ വീട്ടിലുള്ള കൂടപ്പിറപ്പുകൾ, എൻ്റെ ഉമ്മാൻ്റെ പള്ളേന്ന് പുറത്ത് വന്നവർ, പിന്നെ എൻ്റെ അയൽവാസികൾ, എൻ്റെ ക്ലാസ്സിലെ അടുത്ത ഫ്രണ്ട്സ് അല്ലേ, എൻ്റെ അയൽവാസികൾ, നാട്ടുകാർ, ആർക്കും എന്നെ കൊണ്ട് ഒരു ഇടങ്ങേറ് ഉണ്ടാക്കല്ലേ പഠിച്ചവനെ. അങ്ങനെ ഒരു ദ്വാ പറഞ്ഞൊക്കെ എന്ത് രസമുണ്ടെന്ന്, എന്ത് വണ്ടർഫുൾ ആയിട്ടുള്ള ദ്വായാണ് അല്ലേ. നിങ്ങൾ അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കേണ്ടി. ഓക്കെ, ഹസൻ എന്താ പിന്നെ പ്രാർത്ഥിക്കാറ്? എനിക്ക് നല്ലൊരു പോരാട്ടം. എനിക്കുള്ള പൊരക്ക് എന്താ കുഴപ്പം? ഏഹ് എടാ, ഗസയിലും ഫലസ്തീനിലും ഒക്കെ നീ നോക്കിയ കുട്ടികൾ വരെ വീടും ഭക്ഷണവും വെള്ളവും ഒന്നുമില്ല. എത്ര ആളുകൾ, എത്ര എത്ര ബില്യൺ കണക്കിന് ആൾക്കാരാണ് വീടില്ലാത്തവര്. സെഹ്റ വീഡിയോ ഓൺ ചെയ്തേ, അഷ്ഫാഖ് വീഡിയോ ഓൺ ചെയ്തേ. ആ, എന്താണ് മിൻഹ പ്രാർത്ഥിക്കാറ്? ഖുർആൻ ഹാഫിളാക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അതിന് പരിശ്രമിക്കുക ചെയ്യണം. ആ, ഓക്കെ. ഖുർആൻ ഹാഫിളാക്കിയാൽ സ്വർഗത്ത് പോവോ? അത് പ്രവൃത്തിയും കൂടി അനുസരിച്ച് ആ, ചെയ്യാം. അത് അങ്ങനെ തന്നെ. അള്ളാഹു എനിക്ക് ഖുർആൻ പഠിച്ച് അതനുസരിച്ച് ജീവിച്ച് സ്വർഗത്ത് പോകാൻ തൗഫീഖ് ചെയ്യണേ എന്ന്, അല്ലെ. അങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കണം. ദിയ ഫാത്തിമ എന്താ പ്രാർത്ഥിക്കല്? ഉമ്മാനെയും ഉപ്പാനെയും സ്വർഗത്തിക. അപ്പൊ നിനക്ക് പോണ്ടേ? അപ്പൊ നിന്റെ കാര്യം എന്താ പറയാത്തത്? അതും പറയണം, ഒന്നിച്ച് പറയാം കേട്ടോ. ഉമ്മാന്റെ ഉപ്പാന്റെ കാര്യങ്ങൾ പറയുന്നതിന്റെ കൂടെ നിങ്ങളുടെ കാര്യം കൂടെ പറയാൻ മറന്നു പോകരുത്. ഹസൻ എന്താ പിന്നെ പറയണേ? ആ, ഞാൻ ഒരു ഹോസ്റ്റലിൽ പോകണമെന്ന് പൂതിയാക്കുന്നുണ്ട്. ഹോസ്റ്റലിൽ പോണ പൂതി ഹോസ്റ്റലിൽ പോണ അന്ന് വരെ ഉണ്ടാവുള്ളൂ. ഒരാഴ്ച കഴിഞ്ഞ് മതിൽ ചാടി ഇങ്ങോട്ട് തന്നെ പോരും അല്ലേ. ഹോസ്റ്റലിലെ ജീവിതം അത്ര സുഖമുള്ളൊന്നും കേട്ടോ. നിങ്ങളെ വീട്ടിൽ നിങ്ങളെ ഉമ്മാന്റെയും ഉപ്പാന്റെയും തണലില് സന്തോഷത്തോടെ ജീവിക്കണ സുഖം ലോകത്ത് എവിടെയും കിട്ടൂല കേട്ടോ. നിങ്ങളുടെ ഉപ്പയും നിങ്ങളുടെ ഉമ്മയാണ് ഈ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള സ്ഥലം. ഈ ബോട്ടിന്റെ കഥ കേട്ടിട്ടുണ്ടോ? ബോട്ടിൽ യാത്ര ചെയ്യുന്ന ഒരാള്, നിങ്ങള് കേട്ടിട്ടുണ്ടാവും കഥ. ബോട്ട് പറഞ്ഞാൽ വലിയ ബോട്ട്, കുറെ ആൾക്കാരുള്ള ബോട്ട് ഇങ്ങനെ പോവാണ്. ഈ ബോട്ട് കയറിയ ഒരു കൈബുക്ക്, കടലില് കടലില് ബോട്ട് കയറി വരും. തോണിയിലല്ല, പുഴയിലെ വഞ്ചിയല്ല, തോണിയല്ല, കടലിലെ ബോട്ട് ഇങ്ങനെ ആടിക്കളിച്ചുകൊണ്ടിരിക്കും. ഈ ഒരു നല്ല തിരമാല നന്നായിട്ട് ആടും, ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ശരിക്ക് ചെരിയും. ഒരാളും നല്ല കരച്ചില്. ബാക്കിയുള്ളവർക്ക് ശല്യമാകുക. വലിയൊരു മനുഷ്യന് ഭയങ്കര കരച്ചിലോട് കരച്ചില്. അങ്ങനെ കരച്ചിൽ സഹിക്കാൻ പറ്റാതായപ്പോ ആ ബോട്ടിലെ ക്യാപ്റ്റൻ എന്ത് ചെയ്തു? ഇയാളവിടെ കോളർ പിടിച്ച് തൂക്കിയെടുത്തിട്ട് വെള്ളത്തിലങ്ങിട്ട്.
കുറച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നല്ല പിടിച്ച് കയറ്റി ബോട്ടിലേക്ക് ഇട്ട് പിന്നെ മിണ്ടാതിരുന്നേ അല്ലേ? എന്ന പോലെയാണ് സ്വന്തം വീട്ടിൽ ഉമ്മാന്റെ അല്ലേ, വീട്ടിൽ എന്തൊരു ഫ്രീഡാണ്. ഉമ്മാ വെള്ളം, ഉമ്മാ ചായ, ഉമ്മാ ചോറ്, ഉമ്മ എന്ത് പറഞ്ഞാലും ഹോട്ടലിൽ ഓർഡർ ചെയ്യുന്ന സാധനം കിട്ടുക, തിന്നുക, വയറ് നിറച്ച് തിന്നുക, സുഖം പോലെ ഉറങ്ങുക, എപ്പോ വേണേലും എണീക്കുക, എങ്ങോട്ടും പോവാ, എവിടെയും കിടക്കുക, ഫാൻ വേണേ ഇടുക, ലൈറ്റ് ഇടുക അല്ലേ? ഹോസ്റ്റലിലൊക്കെ പോയാൽ ഒരു പപ്പടം അധികം ചോദിച്ചാൽ കിട്ടുമോ? ഒരു പപ്പടത്തിന്റെ ഒരു കഷ്ടം പേര് ചോദിച്ചാൽ കിട്ടൂല അല്ലെ? അവരുടെ ആ ഒരു ഷെഡ്യൂളിലാണ് അവര് മുന്നോട്ട് കൊണ്ടുപോവുക അല്ലെ? ബെസ്റ്റ് ഫാമിലി ലൈഫ് തന്നെയാണ്. അള്ള തന്ന ഉമ്മാനി ഉപ്പാനി വെറുതെ കളഞ്ഞ് അസനെ പോണ്ട, അതൊക്കെ വെറുതെ പൂതി മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. 2 ആഴ്ച ഉണ്ടാവും. അതൊക്കെ ഹോസ്റ്റലിൽ ജീവിച്ച ആൾക്കാരോട് ചോദിച്ചാൽ മതി, അവര് പറയും എന്താ അവസ്ഥ എന്നുള്ളത്. അസ്മ, എന്താ അസ്മ, നീ എന്തിനാ കൈ പൊക്കുന്നേ? എനിക്ക് ഒരു മെഡിക്കാൻ പോയിട്ടുണ്ട്. ഒരു മിനിറ്റോ, ഫോണ് തിരിച്ചു വെക്ക്. അപ്പൊ ഇങ്ങനെ കാര്യങ്ങളാണ് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവോട്. ഓക്കെ, അള്ളാഹുവോട് ചോദിക്കുന്ന കൂട്ടത്തില് സൽസ്വഭാവം ചോദിക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങളുടെ സ്വഭാവം ഇല്ലേ, നിങ്ങളുടെ സ്വഭാവം നിങ്ങൾക്കറിയോ? അറിയോ? നിങ്ങളുടെ നല്ല സ്വഭാവമാണ് കൈബുക്ക്, എന്റെ നല്ല സ്വഭാവമാണ്, അങ്ങനെയുള്ളവർ കൈബുക്ക് എന്ന് ആര്? നിങ്ങൾക്ക് അല്ലേ? എന്റേതാണ് ഏറ്റവും നല്ല സ്വഭാവം എന്ന് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. അങ്ങനെയല്ലേ നിങ്ങൾ പറയണേ അല്ലേ? നിങ്ങളുടെ ഏറ്റവും നല്ല സ്വഭാവമാണെങ്കിൽ കൈവക്ക്. നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും നല്ല സ്വഭാവം എനിക്കാണ്, അങ്ങനെയുള്ളവർ കൈവക്ക്. നിങ്ങളുടെ ക്ലാസ്സിലെ ഏറ്റവും നല്ല സ്വഭാവം എനിക്കാണ്, അങ്ങനെയുള്ളവർ കൈവക്ക്. അതുമില്ലേ? ചിലരൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അല്ലേ? നമ്മളൊക്കെ വിചാരിക്കുക നമ്മുടെ നല്ല സ്വഭാവമാണെന്ന് അല്ലേ? നമ്മുടെ നല്ല സ്വഭാവം ആവാൻ വേണ്ടിയിട്ട് അള്ളാഹുവോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹു എന്റെ സ്വഭാവം നന്നാക്കി തരണേ എന്ന് പറഞ്ഞേ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, അള്ളാഹുവേ. പറ, അള്ളാഹുവേ എന്റെ സ്വഭാവം നന്നാക്കി തരണേ അല്ലാ. നല്ല സ്വഭാവമാക്കി തരണേ അല്ലാ. ആളുകളോട് പെരുമാറുമ്പോൾ ഏറ്റവും നല്ല ബ്യൂട്ടി, പെരുമാറ്റത്തിൽ നല്ല ബ്യൂട്ടി, സൗന്ദര്യം ഉണ്ടാവും. നല്ല സ്വഭാവമാക്കി തരണേ അല്ലാ എന്ന് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പൊ ഒരു പ്രാർത്ഥന മനസ്സിലായില്ലേ? ഓക്കെ. 2, ചെയ്തു പോയിട്ടുള്ള അറിയാതെ വന്നിട്ടുള്ള തെറ്റുകളൊക്കെ പുറത്തു തരാൻ വേണ്ടി പ്രാർത്ഥിക്കാം, പൊരുത്തപ്പെട്ട് തരാൻ വേണ്ടി അള്ളാഹുവോട് നിരന്തരം ദുആ ചെയ്യാം. റൈറ്റ്? പിന്നെന്തൊക്കെ ദുആ? അസുഖങ്ങൾ ഇല്ലാതിരിക്കാൻ. ഹോസ്പിറ്റലിൽ പോയവരൊക്കെ കൈപോക്ക്, ആശുപത്രിയിൽ പോയവരൊക്കെ എപ്പോഴെങ്കിലും അസുഖമായിട്ട് എന്തിനാ പോയത്? കാലുവേദന, കൈവേദന, പല്ലുവേദന, തലവേദന, വയറുവേദന, ചെവി വേദന, കണ്ണുവേദന, അത് വേദന, ഇത് വേദന, പ്രശ്നങ്ങൾ അല്ലേ? എത്ര പൈസ അന്ന് ചെലവായത്? സൂചിയിട്ട് കുത്തിക്കയറ്റേണ്ടി വന്നോ? ഇഞ്ചക്ഷൻ അടിച്ചാ? ഇഞ്ചക്ഷൻ ഇഷ്ടമുള്ള ഒരു കൈവക്ക്. എന്ത് രസമുണ്ടോ അത് കുത്തിക്കയറുമ്പോ അല്ലേ? നല്ല രസമുണ്ടോ? നല്ല സുഖം അല്ലേ? 1 ഇഞ്ചക്ഷൻ, 2 ഇഞ്ചക്ഷൻ, ചിലപ്പോൾ സ്റ്റിച്ച് ഇടേണ്ടി വരും. പല്ലിൽ ഇഞ്ചക്ഷൻ അടിക്കേണ്ടി വരും, പല്ലും മുറിച്ച് പുറത്ത് എടുക്കാൻ അല്ലേ? അങ്ങനെ എത്ര വേദനകള്. അങ്ങനെ കീറി മുറിക്കുക, നമ്മുടെ ബ്ലേഡ്, സർജിക്കൽ ബ്ലേഡില്ലേ, എത്ര വലുപ്പമുള്ള, അതുകൊണ്ട് ഇങ്ങനെ ശരീരം കീറി മുറിച്ച് തുന്നി കൂട്ടി ഇതൊക്കെ ചെയ്യുന്നില്ലേ? അസുഖങ്ങള്, കിഡ്നി അടിച്ചു പോവാം, കിഡ്നി പോവാം, കിഡ്നി മാറ്റി വെക്കേണ്ടി വരിക, ഇങ്ങനെയൊക്കെ അസുഖങ്ങൾ നമുക്കുണ്ടാവും. അതുകൊണ്ട് അള്ളാഹുവേ രോഗം കൊണ്ട് ഞങ്ങൾ പരീക്ഷിക്കല്ലേ അല്ലാ. പ്രാർത്ഥിച്ചു നോക്ക്, അള്ളാഹുവേ പറഞ്ഞു നോക്കി, ഇതൊക്കെ നിലയത് മറന്നു പോകാതിരിക്കുക. അള്ളാഹുവേ ഞങ്ങൾക്ക് അസുഖങ്ങളൊന്നും വരുത്തല്ലേ അല്ലാ. ഉമ്മാക്കും ഉപ്പാക്കും അസുഖങ്ങൾ വരുത്തല്ലേ, ഉമ്മാക്കും ഉപ്പാക്കും അസുഖം വരുത്തല്ലേ എന്ന് കഴിഞ്ഞ് കൂടെ ഒരു കാര്യം കൂടെ പ്രാർത്ഥിക്കുക. എന്താ? നല്ല ആരോഗ്യം കൊടുക്കണേ അല്ലാ. ഓക്കെ, അതും പ്രാർത്ഥിക്കുക. ഓക്കെ, അള്ളാഹു ആരോഗ്യം കൊടുക്കണേ എന്നുള്ള ദുആയും ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ എന്തൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുക? അള്ളാഹുവെ പഠിക്കാൻ നല്ല ബുദ്ധി തരണേ. എത്ര പേര് പ്രാർത്ഥിക്കലുണ്ട്? അള്ളാഹുവെ സ്കൂളിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ കഴിവ് തരണേ, നന്നായി പഠിക്കാൻ, ഫസ്റ്റ് ക്ലാസ് നന്നായിട്ട് പഠിക്കാൻ, A+ കിട്ടാൻ അല്ലെ? എൻ്റെ പഠനത്തിലുള്ള എനിക്ക് മാത്സ് അല്ലെ, അള്ളാഹിനെ ഒരു ഫ്രണ്ടായിട്ട് കാണണം. ഫ്രണ്ടായിട്ട് കാണാൻ പറ്റുമോ? അള്ളാഹ് ഹബിലിൽ വരീതെന്നാണ്, നമ്മൾ ഏറ്റവും അടുത്താണ് അള്ളാഹിനെ പറ്റി പറഞ്ഞ. അങ്ങനെ അള്ളാഹിന് ഫ്രണ്ട്. അള്ളാഹു എനിക്ക് മാത്സിന് നല്ല വീക്കാണ്, എനിക്ക് കഴിഞ്ഞ എക്സാമിന് ഇത്ര മാർക്ക്, ഇപ്രാവശ്യം എന്തെങ്കിലും നല്ലൊരു മാർക്ക് വേണം അള്ളാഹ് എനിക്ക്. അങ്ങനെ എല്ലാം പ്രാർത്ഥിച്ചോണ്ടിരിക്കുക. അള്ളാഹു ഏറ്റവും അടുത്തവനാണ്.
അള്ളാഹു നമ്മൾ ചിന്തിക്കുന്നത് വരെ അള്ളാഹ്ക്കറിയാം. അതുകൊണ്ട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഓക്കെ, എല്ലാവരും നേരെ ഇരുന്നേ, പ്രാർത്ഥിക്കാൻ പോവാണ്. അള്ളാഹുവേ, കൈ ഇങ്ങനെ വെച്ച്, കൈ തീറ്റൊക്കെ നിർത്തി, തിന്നുന്നവരൊക്കെ തീറ്റ നിർത്തിയാ കൈ ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ച് വീഡിയോയിൽ ഉണ്ടായിക്കോട്ടെ. ഇഷാൻ ഇവിടെ തീറ്റ നിർത്ത്. നീ ആമി ആമി ഇങ്ങനല്ല. ഞാൻ ദുആ ചെയ്യുമ്പോ അത് തിന്ന് വേഗം ഇറക്കേ. നമ്മൾ ദുആ ചെയ്യാൻ പോവാ. നമ്മൾ ഈ മീറ്റിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ദുആയാണ്. അതില് ആമീൻ പറയും. ചൂയിങ്കൊക്കെ അതായി കുട്ടിയെ എടുത്ത് ആക്കുന്ന അന്ന് കളയേ. നമ്മൾ ദുആ ചെയ്യായിരിക്കും. ആൾക്ക് എന്ത് അദബ് ആക്കൊന്നും ശരിയല്ല. ഓക്കെ, മനസ്സ് വെച്ചിട്ട് നമ്മൾ അള്ളഹാനോട് ദുആ ചെയ്യാണ്. നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് നമ്മൾ അള്ളഹാനോട് ടോക്ക് ചെയ്യാം കേട്ടോ. ബിസ്മില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. അള്ളാഹു ഞങ്ങളുടെ സ്വഭാവം നന്നാക്കി തരണേ അള്ളാഹ്. അള്ളാഹു ഞങ്ങളുടെ സ്വഭാവം നന്നാക്കി തരണേ അള്ളാഹ്. ഞങ്ങൾക്ക് അസുഖങ്ങളൊന്നും വരുത്തല്ലേ അള്ളാഹ്. ഞങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഷിഫയാക്കി തരണേ അള്ളാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾക്കും അസുഖങ്ങൾ വരുത്തല്ലേ അള്ളാഹ്. അവർക്ക് നല്ല ആരോഗ്യം കൊടുക്കണേ അള്ളാഹ്. അള്ളാഹു വീട്ടിലുള്ള എല്ലാവർക്കും സന്തോഷവും സമാധാനവും കൊടുക്കണേ അള്ളാഹ്. റഹ്മത്തും ബർക്കത്തും കൊടുക്കണേ അള്ളാഹ്. അള്ളാഹു ഈ റമദാനിൽ ഞങ്ങൾ ചെയ്ത എല്ലാ അമലുകളും ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ അള്ളാഹ്. അള്ളാഹുവെ, നല്ല മനസ്സിന്റെ ഉടമയാക്കി ഞങ്ങളെല്ലാവരും മാറ്റണേ അള്ളാഹ്. ചീത്ത കാര്യങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ മാറ്റി തടഞ്ഞു നിർത്തണേ അള്ളാഹ്. തെറ്റുകളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകല്ലേ അള്ളാഹ്. അള്ളാഹു ഞങ്ങളുടെ നാടിനെ അനുഗ്രഹിക്കണേ അള്ളാഹ്. ഈ നാട്ടിലെ ഭരണാധികാരികളെ അനുഗ്രഹിക്കണേ അള്ളാഹ്. നല്ല ഭരണാധികാരികളെ നൽകണേ അള്ളാഹ്. അള്ളാഹുവെ, ഈ രാജ്യത്തെ പട്ടിണി കിടക്കുന്ന, വിശപ്പ് അനുഭവിച്ച് പ്രയാസപ്പെടുന്ന ആളുകളുടെയൊക്കെ പ്രയാസം മാറ്റി അവർക്കൊക്കെ നല്ല ഭക്ഷണം കൊടുക്കണേ അള്ളാഹ്. അള്ളാഹുവെ, ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും നല്ലത് വരുത്തണേ അള്ളാഹ്. അള്ളാഹു, യുദ്ധം കൊണ്ടും പ്രയാസം കൊണ്ടും കഷ്ടപ്പെടുന്ന, അല്ലെ ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്ന മുസ്ലിങ്ങളായിട്ടുള്ളവർ ലോകത്തിന്റെ പല ഭാഗത്തുണ്ട്. അവരെ നീ കാക്കണേ അള്ളാഹ്. അതല്ലാത്തവരും പട്ടിണി കിടക്കുന്നവർ ആരായാലും അള്ളാഹുവെ പട്ടിണി മാറ്റി കൊടുക്കണേ അള്ളാഹ്. വിശക്കുന്ന എല്ലാവർക്കും ഒന്നല്ലേ? എല്ലാ മതത്തിൽപ്പെട്ടവരും എല്ലാ മനുഷ്യന്മാരും. ആദമിന്റെ മക്കൾ ആരും ഭൂമിയിൽ പട്ടിണി കിടക്കുന്ന അവസ്ഥ വരുത്തല്ലേ അള്ളാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا أجرنا من النار. اللهم ربنا تقبل منا يا رب العالمين. اللهم رب ارحمهما كما ربيانا صغيرا. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعنا على ذكرك وشكرك وحسن عبادتك. السلام عليكم ورحمة الله وبركاته. വലൈക്കും അസ്സലാം.